തങ്ങളാകണമെങ്കിലില്ലേ ഇത് വരണം. അപ്പോഴേ അള്ള കബൂൾ ചെയ്യൂ. അള്ള സ്വീകരിച്ച് കിട്ടണ്ടേ? ഹൃദയത്തിലെ ഏറ്റവും വലിയ ഓർമ്മ അതാ, യാ അയ്യുഹല്ലദീന ആമനു ദുക്കുറുല്ലാഹ യാ അയ്യുഹല്ലദീന ആമനു ദുക്കുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വാസീലാ. ഹൃദയത്തിൽ ഇങ്ങനെ വർദ്ധിച്ച ഓർമ്മ. കുറച്ചൊന്നും ഓർമ്മിച്ചാൽ പോരാ. ഇന്നിപ്പോ ഈ നേരം വരെ അള്ളാനെ ഓർത്തവും ചിലർ അറിയോ, അള്ളാൻ എത്രയോ ഓർത്തിരുന്നോന്ന്, എത്ര ഓർത്തൊന്ന് ഓർത്തിട്ടുണ്ടാവില്ല. ഹൃദയത്തിലെ നിറഞ്ഞ ഓർമ്മ, ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്ന ഓർമ്മ എപ്പോഴും നമ്മൾ പിന്നെ ആരാ ഓർക്കണ്ടേ? ഒന്നും കൂടി പറഞ്ഞുതരാ. ഈ അള്ളാനെ ഓർത്തോണ്ടിരുന്നാലില്ലേ അള്ള നമ്മൾ ഓർക്കും. അള്ള ഓർത്താ പിന്നെ എല്ലായി. പതുക്കുറൂനി അത് കുറുക്കും, എന്നെ നിങ്ങൾ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. അള്ള ഓർക്കാൻ തുടങ്ങിയാലില്ലേ ഭക്ഷണം മുമ്പിൽ വരും. ഭക്ഷണം മുമ്പിൽ വരും. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു അറിയില്ലേ, കൊട്ടാരത്തിൻ്റെ അന്തഃപുരത്തിൽ തീന്മേശയിൽ ഡൈനിങ് ടേബിളിൽ രുചികരമായ ഭക്ഷണം ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോഴല്ലേ ഒരു പക്ഷി എവിടെന്നോ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് പാറി വന്നു. ഒരിക്കലൊരു പക്ഷിക്ക് രാജകൊട്ടാരത്തിൻ്റെ ഉള്ളിലെ ഡൈനിങ് ടേബിളിൽ വരാൻ ആകൂല. എങ്ങനെയാ വന്നെന്നറിയില്ല. ഓരോ ദിവസവും രുചിയുള്ള പലഹാരമെടുത്ത് രാജാവിൻ്റെ മുമ്പിൽ നിന്നൊരു പക്ഷിയങ്ങ് പറന്നു പോവാണ്. ഓരോ ദിവസവും രാജാവിന് അത്ഭുതമായി. ഇതാരാണെന്നറിയാൻ വേണ്ടിയിട്ട് നല്ല സ്പീഡുള്ളൊരു കുതിരയുടെ മേലെ ഇബ്രാഹിം നദ്ഹം, അന്ന് രാജാവാണ്, അന്ന് ഇബ്രാഹിം നദ്ഹം റളിയല്ലാഹു അൻഹു എന്ന പദവിയിലെത്തിയിട്ടില്ല. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ്. ബൽഖീലെ ഇബ്രാഹിം അത് ഹമില് റളിയല്ലാഹ് 18 രാജ്യം വിട്ടവർ കരിമ്പിടം പുതച്ചിടുന്നേ. മൂപ്പര് നല്ല സ്പീഡുള്ള കുതിരയുടെ മേലെ ഈ പക്ഷി പോകുന്ന അതേ ദിശയിലേക്ക് കുതിരയെ തെളിച്ചു. പക്ഷി പോയതൊരു കാടിൻ്റെ ഭാഗത്തേക്കാൾ, ഒരു ഫോറസ്റ്റിൻ്റെ ഭാഗത്തേക്കാൾ, ഒരു വലിയ മരത്തിൻ്റെ മേലെ പോയിട്ട് പക്ഷി ഇരുന്നു. രാജാവ് ദൂരെ നിന്ന് ആ മരത്തെ ശ്രദ്ധിച്ചു. പക്ഷി നേരെ മരത്തിൻ്റെ മേലെ നിന്ന് താഴെ ഇറങ്ങി. ഒരു മനുഷ്യനെ കാട്ടുവള്ളി കൊണ്ട് കെട്ടിയിട്ടിട്ടുണ്ട് മരത്തിൻ്റെ താഴെ. അനങ്ങാൻ വയ്യ, ചലിക്കാൻ വയ്യ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാൻ പോലും കഴിയുന്നില്ല. പക്ഷി നേരെ താഴെ വന്ന് ആ മനുഷ്യന്റെ തോളത്തിരുന്നോ. കൊണ്ടുപോയ പലഹാരത്തെ വെട്ടി നുറുക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഈ മനുഷ്യന്റെ വായയിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. രാജാവ് ഇങ്ങനെ ചിന്തിച്ചു, സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യനെ ആരോ കാട്ടുവള്ളി കൊണ്ട് കെട്ടിയിട്ടതാണ്. ആ മനുഷ്യന് എൻ്റെ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് രാജാവ് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് പക്ഷി എടുത്തു കൊണ്ടുപോയത്. ഈ മനുഷ്യനാരാണ്? ഈ കാട്ടുവള്ളി കൊണ്ട് കെട്ടിയിട്ടയാളാരാണ്? അടുത്തു പോയിട്ട് ചോദിച്ചു, നിങ്ങളാരാണ്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഈ കാടിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. കൊള്ളസംഘം വന്ന് എൻ്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം അപഹരിച്ചു, മോഷ്ടിച്ചു. എന്നിട്ട് എന്നെ പിടിച്ചിട്ടേക്ക് മരത്തിന് കെട്ടിയിട്ട അന്ന് മുതൽ എൻ്റെ ഭക്ഷണം മുടങ്ങിയില്ല. ഒരു പക്ഷി എവിടെ നിന്നോ രുചികരമായ ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട്. തോളത്തിരുന്ന് അതിൻ്റെ ചെറിയ ചുണ്ടുകൊണ്ട് കൊക്കുകൊണ്ട് മുറിച്ച് ചെറു കഷ്ണങ്ങളാക്കി എൻ്റെ വായയിലേക്ക് ഇങ്ങനെ വെച്ച് തന്നിട്ടുണ്ട്. എവിടെ നിന്നാ കൊണ്ടുവരുന്നതെന്നറിയുന്നില്ല. രാജാവ് അമ്പരന്നോ. അന്ന് വെറും ദുനിയാവ് മാത്രം ചിന്തിച്ച് ഭൗതികാനുഗ്രഹങ്ങളുടെ വഴിയിൽ ഭൗതിക സുഖങ്ങളിൽ മുഴുകി ജീവിച്ച രാജാവാണ്. അവിടെ നമ്പരന്നു, അത്ഭുതപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, ആരെങ്കിലും റബ്ബിനെ സൂക്ഷിച്ചു ജീവിച്ചാൽ അവൻ അല്ലാഹു തആല തുറസ് നൽകുമെന്നാണ്. പോരാ, അവൻ വിചാരിക്കാത്ത മാർഗത്തിൽ കൂടി അവന് റബ്ബ് തആല ഭക്ഷണം നൽകുമെന്നാ. ഇൻഷാ അല്ലാഹ് പടച്ചോന്റെ ഓർമ്മയിലേക്ക്, അതാ ഞാൻ പറഞ്ഞേ, എവിടെയെങ്കിലും ഇരുന്നാൽ മുന്നിൽ കഅബാലയം കാണും പോലെ അള്ളാനെ ഇങ്ങനെ, ഇപ്പം ഞാൻ ഈ വയല് പറയുമ്പോൾ ഈ മൈക്ക് സെറ്റ് ഇങ്ങനെ കാണും പോലെ, ഈ സ്റ്റേജ് കാണും പോലെ, നിങ്ങളെ ഓരോരുത്തരെയും കാണും പോലെ അള്ളാനെ മാത്രം കാണുന്നൊരു കണ്ണ്, അള്ളാനെ കുറിച്ച് ആലോചിക്കുന്ന കൽബ്, ഭാര്യ അടുത്തുണ്ടാകുമ്പോഴും ഭാര്യയെ കാണുമ്പോൾ അല്ലാ ഇത് നീ തന്ന നിഅമത്തല്ലേ എന്ന ആലോചന. ഭാര്യയെ കാണുമ്പോൾ
ഭാര്യയിലൂടെ അള്ളാനെ ഓർക്കുക. മക്കളെ കാണുമ്പോഴും മക്കളെ കാണുമ്പോഴും അള്ളാന്റെ ഓർമ്മ, സ്റ്റേജ് കാണുമ്പോഴും അള്ളാന്റെ ഓർമ്മ, സദസ്സ് കാണുമ്പോഴും അള്ളാന്റെ ഓർമ്മ. മഴ ഇങ്ങനെ പെയ്യുമ്പോ അല്ലാ എന്തൊരു ഇടങ്ങേറിന്റെ മഴയാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? ഈ കുട്ടികളെ നിങ്ങൾ എന്നെ നോക്ക്, യമീനിലേക്കും ഷിമാലിലേക്കും നോക്കല്ലേ. മഴ പെയ്യുമ്പോൾ ആരെങ്കിലും ഹലാക്കിന്റെ മഴ എന്ന് പറഞ്ഞോ? അല്ല, എത്ര മഴ പെയ്ത് പഠിച്ചോണ്ടിരിക്കുമല്ലോ, പിന്നെയും മഴ പെയ്യാണെന്ന് അങ്ങനെ പറഞ്ഞോ? ഹലാക്കെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും എന്തൊരു മഴയാ, ഈ തങ്ങളുടെ ഉറൂസിൻ്റെ ദിവസം മഴ പെയ്യണം അങ്ങനെ പറഞ്ഞോ? നിങ്ങളറിയോ, മഴ പെയ്യുമ്പോഴാണ് ദുആഇൻ ഇജാബത്ത്. എന്താ നുസൂലിൽ മത്വരി മുടക്ക്, മഴ പെയ്യുമ്പോഴാണ് ഓരോ മഴത്തുള്ളിയുടെയും കൂടെ ഭൂമിയിൽ ഇറങ്ങുന്ന മലായിക്കത്ത്. അവർ നമ്മളിങ്ങനെ ദുആർക്കുമ്പോൾ മാത്രമല്ല, മഴ ഇങ്ങനെ പെയ്യുമ്പോൾ എന്താ പറയേണ്ടതെന്നറിയോ? ഹലാക്കിൻ്റെ മഴ എന്നല്ല, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിആ പറ. ഒന്ന് ഇങ്ങനെ ഇരുന്നാൽ കിട്ടൂല കുട്ടികളെ. ഒന്ന് ആക്ടിവിറ്റി പ്രകടിപ്പിച്ചേ, ഒന്ന് ഉസാറായിട്ട് ഒരു ആക്ടിവിറ്റി പ്രകടിപ്പിച്ചോട്ടെ. ഇവിടെ നേരെ ഇരുന്നേ പറയ്. അല്ലാഹുമ്മ സ്വയ്യിബൻ പറയ്. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിആ ഉറക്കെ പറയ്. അല്ലാഹുമ്മ, അതിൻ്റെ അർത്ഥം എന്നറിയോ? ഉപകാരമുള്ള മഴ തരണേ പടച്ചവനേന്ന്. ഒരു മഴ കൊണ്ട് ഇപ്പോൾ ഇടിയിടിച്ചു, മിന്നറിഞ്ഞു, കാറ്റടിച്ചു, ഒരടങ്ങേറും വരരുത്. പറ, മഴ പെയ്യാൻ തുടങ്ങുമ്പം പറയണം. പറ അല്ലാഹുമ്മ സ്വയ്യിബൻ. ചിലപ്പോൾ അതുകൊണ്ടാകും പാലം കടന്നു പോവുക, രക്ഷപ്പെടുക. പറ അല്ലാഹുമ്മ. ഒറ്റ സുന്നത്ത് ഒഴിവാക്കരുത്. പറയ്, നമുക്ക് തങ്ങളാകാനാകൂല, നമുക്ക് സയ്യിദ് ഹസൻ കോയ തങ്ങളാകാനാകൂല, നമുക്ക് ശംസുല്ലമയാകാനാകൂല. ഈ ഇരിക്കുന്ന സയ്യിദന്മാരെന്ന് മോത്തോക്കിട്ടിരുന്നോ ആഹൃത്തി കൂലി കിട്ടും. നമുക്കാകൂല. ആയെങ്കിൽ തങ്ങൾ എന്ന് പറയും. കണ്ണൂർ ജില്ലയിൽ ലൗക്കാന ചില ആൾക്കാരുണ്ട്, തങ്ങളാകല് ലൗക്കാന. നമുക്കതാകൂല. നമുക്ക് എന്താകാൻ കഴിയുന്നറിയോ? ആ തങ്ങന്മാരെ ഒന്ന് തളയും ചെയ്തിട്ട് നേരത്തെ അമൃതാരിമി പറഞ്ഞ പോലെ വേഗി കൂടുക. 1, 2 അവരെ ഉപ്പാപ്പാൻ്റെ സുന്നത്തുകളെ ജീവിതത്തിൽ ഹയാത്താക്കുക. ആ ഉപ്പാപ്പം മുതൽ